ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ഡിസൈനാണ് ചെയ്ത് വെക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റാർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നൊരു ജസ്റ്റ് സ്റ്റാർ ഷേപ്പിൽ ഫുള്ളായിട്ട് വരച്ചെടുക്കുക. ഫുള്ളായിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്താൽ മതി. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഗോൾഡൻ കളർ ഹാഫ് ബീഡാണ്. പിന്നെ ആങ്കറിന്റെ ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് 6 strandsലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ഞാച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ക്രോസ് ആയിട്ട് കുത്തിയെടുത്താൽ മതി നൂല്. ഫസ്റ്റിൽ ഇങ്ങനെ കുത്തുക, പിന്നെ അതിന് ഓപ്പോസിറ്റ്, വീണ്ടും അതിന് ഓപ്പോസിറ്റ്. ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കുത്തിയെടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താ ഡിസൈൻ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാൻ എംബ്രോയിഡറി ഒന്നും അറിയണമെന്നില്ല. വെറുതെ നൂല് കുത്തി എടുത്താൽ മതി. ക്രോസ് ആയിട്ട് കുത്തിയെടുക്കുക. ഇതങ്ങനെ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഹാഫ് ബീഡ് എടുത്തിട്ട് നമ്മൾ ആങ്കറിന്റെ ത്രെഡിന് എടുത്തിരിക്കുന്നത് 3 strands എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ 2 പ്രാവശ്യം കുത്തിയിട്ട് ലോക്ക് ചെയ്തെടുക്കുക. ആദ്യം ഒരു തവണ കുത്തുക, വീണ്ടും അതേ ഹോളിലൂടെ തന്നെ വീണ്ടും കുത്തിയിട്ട് ലോക്ക് ഇടുക. ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നെക്ക് ലൈനാണ് തുന്നാൻ പോണത്. അതിന് ആങ്കറിൻ്റെ തന്നെ ത്രെഡ് 6 strandsൽ എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ബാക്കിലേക്ക് കുത്തി കൊടുക്കുക. ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ആദ്യം സൂചി കുത്തിയെടുക്കേണ്ടത്. എന്നിട്ട് അത് ബാക്കിലേക്ക് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ 2 സൈഡിലും കുത്തി കൊടുക്കുക. ഇങ്ങനെ ഈ സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും
ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ രണ്ട് സൈഡും നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈൻ കിട്ടും കേട്ടോ. തുടക്കക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.